രാവിലെ തന്നെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് വേഗം തന്നെ ഗൗരീനെയും കുളിപ്പിച്ച് ഞാനും കുളി കഴിഞ്ഞ് ഇറങ്ങി. ഇന്നൊരു സ്ഥലം വരെ പോകാണ്ട് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, എങ്ങനെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണമുണ്ട് അതിങ്ങനെ നീണ്ട് ഇപ്പോൾ ഇന്ന് വരെ എത്തി. അപ്പോൾ ഇന്നലെ ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു പോരെ, നാളെ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ പിള്ളേർ വിടലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഞാൻ എൻ്റെ എന്താ പറയുക ഒരുവിധം പണികളൊക്കെ ഒതുക്കി, വീട്ടിലത്തെ ഒരുവിധം പണികളൊക്കെ ഒതുക്കി കടയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, വെറുതെ ഒന്ന് കുളി കഴിഞ്ഞാൽ കണ്ണെഴുതും, പൊട്ടോടും, സിന്ദൂരം തോടും, ചന്ദനം തോടും, ഇത്രേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാത്ത ആളൊന്നല്ല കേട്ടോ, പക്ഷെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എന്റെ അച്ഛന് ഓടിക്കഴിഞ്ഞ് കടയിലേക്ക് വന്നപ്പോഴേക്കും ബീഫ് ഫ്രൈ കാണിച്ചിരാക്കാം. രാവിലെ 9 മണിയായപ്പോഴേക്കും അത് കൗണ്ടറിലെത്തി. അങ്ങനെ കൊഴുവ ഫ്രൈ റെസിപ്പി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആള് വേഗം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് തുടങ്ങി കേട്ടോ. ഉപ്പിട്ടു, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാട്ടോ, നല്ലോണം മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കിയത്. അതൊരു 3.5 സ്പൂൺ അതിട്ടു. പിന്നെ നമ്മുടെ ചൊറുക്ക വിനാഗിരി അതൊരു 3 സ്പൂൺ ഇട്ടു. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ കരിവേപ്പില നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ കൊഴുവ നല്ല സൂപ്പറായിട്ട് 3 പ്രാവശ്യം 3-4 പ്രാവശ്യം ഇവർ നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടു തന്നു. അല്ലെങ്കിൽ ഈ കൊഴുവയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ല ക്ലീനായ കൊഴുവ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സിങ്ങിന് നല്ലൊരു എന്താ പറയുക, മിക്സിങ്ങിൽ ഒരുവിധം ടേസ്റ്റ് ഇരിക്കണമെന്ന് എനിക്ക് തോന്നണേ. കാരണം ഈ മസാലയൊക്കെ നല്ല നമ്മുടെ കൊഴുവയിലേക്ക് നല്ല സൂപ്പറായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്ത് ഇവനെ ഒരു 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും കേട്ടോ. 20 മിനിറ്റ് ഈ മസാലയൊക്കെ ഒന്ന് ഇവനിലൊന്ന് പിടിക്കണ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇവനെ വെച്ചിട്ട് ആ ഗ്യാപ്പിൽ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തു വെക്കേണ്ട. ഒരു 4 സ്പൂൺ ചതച്ച മുളക്, ഉണക്കമുളക് ചതച്ചതും, പിന്നെ സവാള ഒരു 3 വലിയ സവാള കുരു നൈസായിട്ട് അരിഞ്ഞതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ നല്ലോണം ആക്കിയത്. അപ്പോഴേക്കും കൊഴുവ റെഡിയായി വറുക്കാൻ തുടങ്ങിയിട്ടാ ചെയ്യുന്നത്. നല്ലോണം വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ ഈ കൊഴുവേനെ ഇങ്ങനെ ഇത്തിരി കുറച്ചിട്ട് വറുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിക്കും. നല്ല എണ്ണയ്ക്ക് നല്ല ചൂട് വേണം, അല്ലെങ്കിൽ ഇതിലെ മസാലയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചിട്ട് ചേട്ടനാട്ടോ ചേട്ടൻ ഇത് ശരിക്കും കാണിച്ചു തരുമ്പോൾ എനിക്ക് വോയിസ് പറഞ്ഞാൽ ചെയ്യണേ. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോൾ ഭയങ്കര സൗണ്ട് പുറമേന്ന്. അവിടെ നമ്മുടെ വീടല്ലല്ലോ, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക്, എല്ലാവർക്കും തിരക്കാണ്. ഓരോ അടുപ്പിൽ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട്, പാത്രങ്ങളുടെ സൗണ്ട്, പുറമേന്ന് ആൾക്കാരുടെ സൗണ്ട്, അപ്പോൾ അത് കാരണം കേൾക്കണവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതാട്ടോ ഓൺ വോയിസ് ഇടാത്തത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കൊഴുവ വറുത്തെടുത്തു. ഇതുപോലെ കിട്ടണം, അതായത് ആ മസാലയൊക്കെ നമ്മുടെ മീനും ഇരിക്കണം. പിന്നെ ഈ കളറ് നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, മറ്റേ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നമുക്ക് നല്ല കാണുമ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മൾ എരിവിന് നമ്മൾ ചതച്ച മുളക് എടുക്കുന്നുണ്ട്, പച്ചമുളക് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പ് കോരി മാറ്റി നോക്കിയപ്പോഴേക്കും അടുത്ത ആള് അടുത്ത അടുപ്പിൽ ഒരു ഉരുളി വെച്ച് എണ്ണ ഒഴിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇവിടെ എണ്ണ ഒഴിച്ച് അവിടെ അടുത്ത ട്രിപ്പ് കൊഴുവ വറുക്കാനിട്ടു. ഇവിടെയൊക്കെ വേഗം കേട്ടോ പരിപാടി നടക്കണേ. അങ്ങനെ എണ്ണയിലേക്ക് നമ്മൾ കരിവേപ്പില ഇട്ടു, പച്ചമുളക് ഒരു 8 പച്ചമുളക് ഇട്ടു, പിന്നെ ഉണക്കമുളക് ചതച്ചത് അതും ഇട്ടു. നമ്മൾ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കണില്ല കേട്ടോ ഈ ഐറ്റത്തിന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആട്ടോ, അത് നല്ല മിക്സിയിലൊന്ന് ചതച്ചിട്ടുള്ളൂ, വല്ലാണ്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല. അതിനെയും കൂടി ഒന്ന് ഇട്ട് അപ്പം എനിക്ക് പറഞ്ഞു തരണ്ട, ചേട്ടൻ എന്നോട് പറയുന്നുണ്ട് ഇനിയൊരു ഇത്തിരി നേരം കിടക്കണം. കാരണം എന്താ വെച്ചാൽ മറ്റേ നമ്മൾ ചതച്ച മുളക് കിട്ടില്ലേ, അതിൻ്റെ ആ പച്ചക്കുത്തൊന്ന് പോണ വരെ ഒന്ന് കിടക്കണം. അപ്പോൾ ഇപ്പം അതിൻ്റെ സ്മെല്ല് ഒന്ന് ശരിയായി. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കണം, മിക്സിയിൽ ചതച്ചെടുത്തിട്ടുള്ളൂ, അരച്ചിട്ടില്ല. ചതച്ച് വെച്ചേക്കണേ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈ 3 ഐറ്റംസ് ഒന്ന് ചതച്ചിട്ടുള്ളൂ, അതായത് നമുക്ക് അടിക്കാൻ പാകത്തിന്. അങ്ങനെ ഒന്ന് ചതച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ നമ്മുടെ ഷോപ്പിലെ എന്ത് ഐറ്റത്തിനും ചെറിയൊരു വ്യത്യാസം നമ്മൾ ചെയ്യും. അതാണ് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ, ആൾക്കാർക്ക് ഇഷ്ടമാവേണ്ട ആ ഒരു വ്യത്യാസം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല
ക്രിസ്പി ആയിട്ട് നല്ല മൂത്ത് വരണ്ട്, നല്ല സ്മെല്ല് വരണ്ട് ഇപ്പോൾ, നല്ല മണം. അപ്പോൾ അതിലേക്ക് ഇതേ വീണ്ടും കുറച്ചുകൂടെ കാശ്മീരി മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടതേ നല്ലോണം ഇളക്കാണ്. അപ്പോൾ ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ വെളിച്ചെണ്ണയിൽ കിടന്ന ആ ഒരു ഒന്ന് മൂത്ത് വരണേൻ്റെ നല്ല സ്മെല്ലുണ്ട്. ഇവിടെ അപ്പുറത്ത് ബിരിയാണി, ഇപ്പുറത്ത് ഇത്, അപ്പുറത്ത് ചിക്കൻ ഫ്രൈ, ഓരോന്നോരോന്നായതുകൊണ്ട് എന്തൊക്കെ സ്മെല്ല്, എന്തിൻ്റെയൊക്കെ സ്മെല്ലാന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടെ വറുത്ത് ഇതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും കൊഴുവ ഫുൾ വറുത്ത് റെഡിയായി ഇരിക്കുകയാണ് അവിടെ. ആ കൊഴുവ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മസാലയും റെഡിയായി. അങ്ങനെ ഇനി മിക്സിംഗ് ആണ്. മിക്സിങ്ങിന് നല്ലൊരു പ്രാധാന്യം ഉണ്ട് കേട്ടോ കുക്കിങ്ങിൽ. നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെയല്ലല്ലോ. നമ്മൾ വീട്ടിൽ കുറച്ചിട്ടുണ്ടാക്കുമ്പോൾ ചെയ്യണ പോലെ ആയിരിക്കില്ല എന്തായാലും നമ്മളിത്. ഇതെന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണല്ലോ. കൊഴുവ ഫ്രൈ ആയത് കാരണം കേട്ടോ ഈ 1.5 കിലോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊരു ഓർഡർ വന്നാലുകൊണ്ട് ഉണ്ടാക്കണതാ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കൊഴുവ ഫ്രൈ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ സ്ഥിര ഐറ്റംസ് ഒന്നും ഈ അളവല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ അതൊക്കെ കാണാം. ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് നല്ല സ്മെല്ല് വരണുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ആ ഉള്ളി മൂത്തേൻ്റെയും ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും നല്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ. പിന്നെ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്തേക്കണ എന്താ വെച്ചാൽ ഈ കളറും കണ്ടോ, നമുക്ക് കാഴ്ചയിലും നല്ല ഭംഗിയും പിന്നെ കഴിക്കുമ്പോഴും ഇപ്പോൾ ഈ ഐറ്റംസൊക്കെ നമ്മൾ മെയിനായിട്ട് കൊച്ചു കുട്ടികൾക്കും കൂടെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ മേടിക്കുക. അപ്പോൾ പിള്ളേർക്ക് കഴിക്കാനും കുറച്ചുകൂടെ നല്ലത് അതിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ സംഭവം റെഡിയായി പാക്ക് ചെയ്തു. നമുക്ക് ഓർഡറിനുള്ളത് മാറ്റി വെക്കണതാട്ടോ. ഇതിപ്പോൾ ഓർഡർ പോകണതാണ്, ബാക്കി നമ്മൾ കൗണ്ടറിൽ സെയിൽ ചെയ്യും. ഇപ്പം സമയം 10:30 അപ്പോൾ രാവിലെ തന്നെയുള്ള ഒരുവിധ ഐറ്റംസൊക്കെ ആയി. ഒരുവിധം അടുക്കളയിൽ നമ്മുടെ കിച്ചണിലെ തിരക്ക് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് കിച്ചൺ കാണിച്ചു കൊടുത്തിട്ട് എന്തായാലും നീ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരുവിധ ഐറ്റംസൊക്കെ ആയി. അപ്പോൾ കുറേ വർക്കേഴ്സ് ഒക്കെ റെസ്റ്റിന് പോയേക്കാട്ടോ. രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ റെസ്റ്റ് കഴിഞ്ഞ് വരും. അപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഒരുവിധ ഐറ്റംസൊക്കെ കൗണ്ടറിലേക്ക് പോയി. എന്നാലും ചിക്കൻ ഫ്രൈ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണാട്ടോ. ഞാൻ യാതൊരുവിധ മുൻകരുതലുകളൊന്നും അവരോട് പറയാണ്ട് എടുക്കാണ്ടൊക്കെ പോയി എടുത്തതാണ്. അപ്പം അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ തന്നെയാണ് അധികം സാധാരണ ഹോട്ടലുകളിൽ കാണുന്ന പോലെയുള്ള അത്ര ഇതല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത് കേട്ടോ. അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് റാക്കിബുൾ, ഞങ്ങളുടെ പൊറോട്ട മാസ്റ്റർ. 3 പേര് പൊറോട്ട മാസ്റ്റർ ഉണ്ട്. ഇത് റഹാൻ, 3 പേരാണ് ഒരു പൊറോട്ടക്ക് നമ്മൾ ലൈവായിട്ട് ചപ്പാത്തിയൊക്കെ ഹാൻഡ് മേക്കാണ്. പൊറോട്ട അടിക്കുന്നത്. ഇപ്പൊ ഒരുവിധം കറികളെല്ലാം ആയി കഴിഞ്ഞു. ആള് വന്നപ്പോ ഇത്തിരി വൈകിയത് കാരണം എല്ലാ കറികളും 8:30 ആകുമ്പോഴേക്കും നമ്മളിവിടുത്തെ എല്ലാ കറികളും റെഡിയാവും. പെപ്പർ ചിക്കൻ, ചില്ലി ചിക്കൻ, താറാവ് പാല് പിഴിഞ്ഞത്, ചിക്കൻ കൊണ്ടാട്ടം, ബീഫ് ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ബീഫ് കൂർക്ക, ഇത് ബീഫ് റോസ്റ്റ്, ചിക്കൻ 65. ഇപ്പൊ നമ്മളൊരു ഓർഡർ ഉണ്ടായിരുന്ന കൊഴുവ, ഒരു 1.5 കിലോ ഓർഡർ, അതിനു ഉണ്ടാക്കിയ കൊഴുവയാണിത്. അതിന്റെ ബാലൻസ് ആണിത്. അത് കറി, മുട്ടക്കറിയാണിത്. നമ്മുടെ ബിരിയാണി റൈസ്, വെജിറ്റബിൾ ഇസ്റ്റു, ചിക്കൻ വറുത്ത്, കുർമ, ചിക്കൻ കറി, ഇത് പാലപ്പം, ഇതാണ് കോയനപ്പം എന്ന് പറയും. സ്പോഞ്ചപ്പം, തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതാണ് സ്പോഞ്ചപ്പം. ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ എടുത്ത സമയത്ത് ഇവരൊക്കെ ആട്ടോ കൗണ്ടറിൽ നിൽക്കണം. അജിത്ത്, അതായത് സൗബിൻ കൗണ്ടറിൽ നിൽക്കും. പിന്നെ ആള് കുക്കുമാണ്.
അപ്പോൾ കുക്ക് ആരെങ്കിലും ലീവ് വരുമ്പോൾ പുള്ളി കുക്കിങ്ങിനും കയറും. പിന്നെ ഇത് രാജേഷേട്ടൻ്റെ അനിയനാട്ടോ രതീഷ്. ഇത് നമ്മുടെ പോളേട്ടൻ, പുള്ളി കുക്കാണ്. ഇന്നൊരു സ്പെഷ്യൽ പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ റെസിപ്പി നാളെ കാണിച്ചു തരാം. അതിന്റെ വീഡിയോ നാളെ ആകുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു കുക്ക്. മൊത്തം 4 കുക്ക് ഉണ്ട്. അതിലൊരു കുക്ക് ഇതാണ് സിജോ. ഇത് രാജു, ഇവിടുത്തെ കട്ടിങ് മാസ്റ്റർ പുള്ളിയാണ്. ഒരാള് ഷക്കീൽ. ഞങ്ങളുടെ ആകെ ഒരു ചേച്ചിയുള്ളൂ രണ്ടായിട്ട്. അതിലൊരാളാണ് തുളസി. ഇത് നമ്മളൊരു ഭാര്യയാണ്, ഇവിടെ ഹെൽപ്പർ ഒക്കെ ഉള്ളതാണ്. ജോലിക്ക് നിൽക്കുന്ന സ്റ്റാഫുകള് അവരെയൊക്കെ റെസ്റ്റിന് പോയേക്കാണ്. അപ്പൊ അവര് പറഞ്ഞ വീഡിയോ ഞാൻ വീഡിയോയിലെ ഓക്കെ, അടുത്ത വീഡിയോയില് പിന്നെ കാണാം. പിന്നെ കൊഴുവ ഫ്രൈ സ്പെഷ്യല് അതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ട് അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്നുള്ള ഓരോ കറികളുടെയും റെസിപ്പികൾ നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്ത് ഇത് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോന്നൊന്നും പറയണം കേട്ടോ, വേണോ വേണ്ടോ. ഞങ്ങൾക്ക് നല്ല തിരക്കാണ്. സമയത്താണ് പോകാൻ പെട്ടെന്ന് റെഡിയാക്കി 20 മിനിറ്റ് കൊണ്ട് അത് റെഡിയാക്കി കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർന്നുള്ള വീഡിയോകൾ ഓരോ കറികളുടെ മൊത്തം ഞങ്ങൾക്ക് 65 ഐറ്റം കറികൾ ഇവിടെ ഷോപ്പില് ടിക്ടോക്ക് ഫുഡ് കോർട്ടില് ഉണ്ട്. ഓരോ കറികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. മറ്റുള്ള ഷോപ്പുകളിലേക്കാണെങ്കിലും കൂടുതൽ ടേസ്റ്റും ഇതുണ്ടെന്നാണ് പുറത്തുള്ള അഭിപ്രായം. ഞാൻ പറയുന്നതല്ല, പുറത്തുള്ള അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കട തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ കസ്റ്റമറുകളെല്ലാം സ്ഥിരമായിട്ട് ഇവിടെ വന്നു പോകുന്ന കസ്റ്റമറാണ്. എല്ലാ കസ്റ്റമറും സ്ഥിരം കസ്റ്റമറാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ തുറന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം.